വീക്കെൻഡായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ജബൽ ജേസിൽ പോകാമെന്ന് തലേന്നേ തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ഇറങ്ങിയപ്പോൾ ഉച്ചയായി. അതിപ്പോൾ നമുക്കിപ്പോൾ അത് പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും തീരുമാനിക്കും ഞങ്ങൾ ഇന്നടുത്ത് പോകണമെന്ന്. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് മിക്കവാറും വൈകിട്ടാകും എന്നുള്ളതാണ്. അത് കാര്യം ഇതൊക്കെയാണെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കണ്ടാൽ നമ്മൾ രാവിലെ ഇറങ്ങിയെന്ന് തന്നെ തോന്നും. കാരണം തലേന്ന് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഞങ്ങൾ വരാനിറങ്ങുമ്പോഴും ഒട്ടും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പും ചെറിയ രീതിയിൽ തണുപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം വണ്ടിയിൽ വാപ്പച്ചയും മക്കളും എന്താണ് ജബൽ ജേസി എന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയിലാണ്. അങ്ങനെ പറയാൻ പാടില്ല. സ്പെല്ലിംഗ് കൂടി പറഞ്ഞു തരണം. ജബൽ ജെയ്സിന്റെ സ്പെല്ലിംഗ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ അടുത്തായിട്ട് തന്നെയാണ് ജബൽ ജേസ് വരുന്നത്. വില്ലയുടെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ ജബൽ ജേസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു സ്ട്രക്ചറാന്ന് നോക്കിയ ഒരു നമ്മൾ ഈ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കും പോലെ, ശില്പങ്ങൾ കൊത്തി വെച്ചേക്കും പോലെ ആ ഒരു കല്ലിൽ എന്തൊരു ഭംഗിയാണത് വരച്ച് വെച്ചേക്കും പോലെ ഓരോ കല്ലുകളും കാണാനായിട്ട്. ഈ സമയം ചെറുതായിട്ട് വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഈ മഴ കിട്ടുന്നത്. നാട്ടിൽ ഫുൾ മഴ കൊണ്ടിട്ട് തന്നെയാണ്. ഒരു 1-2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ മഴ തന്നെയാണ്. വെയിൽ വരുന്നത് കുറവായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടുന്നത്. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാനങ്ങനെ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. എനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവുന്നില്ല. അത്ര ഒരു ഭംഗിയുണ്ട് ഈ ഒരു മലനിരകൾ കാണാനായിട്ട്. എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് വന്ന് കാണേണ്ടുന്നൊരു കാഴ്ച തന്നെയാണ്. വല്ലാത്തൊരു കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ നൽകുന്നൊരു കാഴ്ച തന്നെയാണ്. കൂട്ടത്തിൽ ചെറിയ മഴയും ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം വണ്ടികൾ തിരിച്ചു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് നല്ല ഡൗട്ടായി, മുകളിൽ പോകാൻ പറ്റുമോ, അതേ ഇനി അങ്ങോട്ട് കയറ്റി വിടുന്നില്ലേ, മുകളിൽ മഴയാണോ എന്താണ് ഒന്നും അറിയാൻ വയ്യ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വണ്ടി നിർത്താൻ പറ്റിയൊരു സ്പോട്ട് കണ്ട് അവിടെ ഇറങ്ങി. ഇത് ഭംഗിയല്ലേ. 5 വർഷം മുന്നേ ഞാൻ വരുമ്പോൾ പകുതി ദൂരമേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 5 വർഷം കൊണ്ട് തന്നെ അത്രത്തോളം കൂടി മുകളിലേക്ക് പോകാനായിട്ട് ഇത് പറ്റിയിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്ത് രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്.
ഏകദേശം മുകളിലെത്താറായപ്പോൾ തന്നെ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, പൊന്മുടിയിലും ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു സെയിം വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, അതിനാണ് ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ദൂരം മുകളിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഇനി മുകളിലേക്ക് ഇങ്ങനെ കടത്തി വിടത്തില്ലയോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും മുകളിൽ പോകാം, പക്ഷേ അത് സിപ്പ് ലൈനിൽ കയറാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആണ് മുകളിൽ ടിക്കറ്റ് എടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ പോകാം. പക്ഷേ അല്ലാത്തവർക്ക് ഇവിടം വരെ ഉള്ളൂ അലൗഡ് ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരുന്നു. എന്താ പറയുക, നേരിട്ട് വന്ന് കാണണം അതിൻ്റെ ഒരു ഭംഗി. അതും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടി. എന്നാൽ എല്ലാം കാണാനും കഴിയുന്നുണ്ട്, എന്നാൽ ചില ഭാഗങ്ങളിൽ മഞ്ഞ് മൂടൽ വന്ന് നിന്നിട്ട് അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര സന്തോഷവും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ സ്കൈ ടൂർ ചെയ്യാനായിട്ട്, സിപ്പ് ലൈൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുണ്ട്, മുകളിലുണ്ട് കേട്ടോ. ഊഞ്ഞമ്പാതിലെ മുകളിൽ ഏറ്റവും മുകളിൽ പോകുമ്പോൾ അവിടെയുണ്ട് സിപ്പ് ലൈൻ. ഇവിടെ ഈ ഇത്ര ഒരു ഉയരത്തിൽ പോകാൻ പറ്റും. അങ്ങനെ അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മുകളിലുള്ള ഞങ്ങൾക്ക് കണ്ടോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, അത്രത്തോളം. നമ്മൾ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ വളരെ സ്പീഡിന് ഒരു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞങ്ങ് പോകും. ഞങ്ങൾക്ക് അത് കറക്റ്റ് തുടക്കത്തിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ഉണ്ടെന്നും അറിയില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നമുക്ക് കാണാൻ പറ്റി. 17 ഡിഗ്രി 16 അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആ ടൈമിൽ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ അപ്പോഴേ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ താഴെ എത്തുമ്പോഴേക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമൊക്കെ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ജബൽ ജയ്സിൽ എന്താ പറയുക, വെള്ളച്ചാട്ടവും ഒക്കെ രൂപപ്പെട്ടു. പക്ഷെ അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അപകടം വരുത്തി വെക്കണ്ടല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. താഴെ ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഒരു റിഫ്രഷ് ആയ കണക്കായിരുന്നു ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.